ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അത്തരത്തിലുള്ള സ്തോത്രകാവ്യമായ ശ്രീമദ് നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവത് കൃപ കൊണ്ട് ഇന്ന് 123 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് നാരായണീയം 12ാമത്തെ ദശകത്തിൽ 5ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാഖ്യാനം, തുടർന്ന് വീണ്ടും ശ്ലോകം ചൊല്ലി ഭാഷാഗാനം പാടി നമുക്ക് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. കോസാവചിന്യ മഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാൽ കിമു ഭവേദജിതസ്യ മായാ ഇദ്ധം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. ബ്രഹ്മാവ് വിചാരിക്കുകയാണ്, മേ നാസാപുടാൽ ഉദ്ധിത അചിന്യമഹിമ അസൗ കിടി ക്വ. എൻ്റെ ഈ നാസികാദ്വാരത്തിൽ നിന്ന്, എൻ്റെ മൂക്കിൽ നിന്ന് ഉണ്ടായ, പുറത്തേക്ക് വന്ന അചിന്യമഹിമ അസൗ, ചിന്തിക്കാൻ സാധിക്കാത്ത പ്രഭാവത്തോടുകൂടിയ അസൗ കിടി ക്വ, ഈ വരാഹം, ഈ പന്നി ആരാണ്? ആലോചിക്കുക. അജിതസ്യമായ ഭവേത് കിമു, വിഷ്ണു ഭഗവാന്റെ, അജിതൻ ഭഗവാനാണ് അല്ലേ, അജിതന്റെ മായ ആയിരിക്കുമോ ഇത്
എന്ന് ചിന്തിക്കെ ധാതരി ഇദ്ധം വിചിന്തയതി. ബ്രഹ്മാവ്, ധാതാവ്, അദ്ദേഹം ഇത്തരത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കെ ത്വം സദ്യ ശൈലമാത്ര ഭവൻ, അവിടുന്ന് ഒരു കുന്നിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ട് സദ്യോ ഭവൻ കില, എന്നിട്ടോ ശൈലമാത്ര വലിയ കുന്നിൻ്റെ വലിപ്പത്തിലേക്ക് വന്നിട്ട് ഘോരഘോരം ജഗർജിത കില, എന്നിട്ടോ അതിഘോരം വളരെ ഉയർന്ന ശബ്ദത്തിൽ ഗർജിച്ചു എന്നാണ്. അപ്പൊ താൻ വിഷ്ണു തന്നെയാണ് എന്ന് ബ്രഹ്മാവിനെ അറിയിക്കാൻ വേണ്ടിയാവും ഭഗവാൻ ഇത്തരത്തിൽ ഗർജിച്ചത് എന്നാണ്. ഭഗവാന് മാത്രം സാധിക്കുന്ന തരത്തിൽ ഘോര നിസ്വനം, അതിഭയങ്കരമായ ശബ്ദം, ഇടിമുഴക്കം പോലെ അവിടെ മുഴുവൻ നിറഞ്ഞു നിന്നു. ബ്രഹ്മാവ് അത്ഭുതപ്പെട്ട് നോക്കുമ്പോൾ ഭഗവാന്റെ അതിഭീതിതമായ ആകാരവും അതിനേക്കാൾ ഭീതിതമായ ഭഗവാന്റെ ശബ്ദവും അവിടെ മുഴുവൻ നിറഞ്ഞു. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. കോസാവചിന്യ മഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാൽ കിമു ഭവേദജിതസ്യ മായാ ഇദ്ധം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. ഇനി ശ്രീഹരിയം. നാരായണ 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 വരാഹമൂർത്തേ. തൻ്റെ നാസാദ്വാരത്തിൽ നിന്നുണ്ടായോര രൂപം കണ്ടു ബ്രഹ്മദേവൻ അടിമുടി സ്തംഭിച്ചു നിൽക്കേ. വിഷ്ണു തൻ്റെ മായയാണോ എന്നു ചിന്തിച്ചിരിക്കവേ വിശ്വം കുലുങ്ങുന്ന പോലെ ഗർജനമുണ്ടായി. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ നാരായണ വരാഹമൂർത്തേ. നാരായണ നാരായണ സുഗരമൂർത്തേ. ഇന്ന് നാരായണീയ മധുരം സമർപ്പിക്കുന്നതിന് മുമ്പായി ഒരിക്കൽ കൂടി സപ്താഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഉച്ചയോടെ കുന്നംകുളത്തിനടുത്ത് ചിറ്റഞ്ഞൂർ കണ്ണീശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ സപ്താഹം സമർപ്പിക്കപ്പെടും. വൈകുന്നേരം പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറയ്ക്കടുത്ത് മേലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുകയാണ്. എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.